ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ റിയലിസ്റ്റിക് ആയി കളർ ഗ്രേഡ് ചെയ്യാം എന്നതാണ്. മെയിനായിട്ടും സെലക്റ്റീവ് കളർ എന്ന ടൂൾ ഉപയോഗിച്ചാണ് ഞാൻ കളർ ഗ്രേഡ് ചെയ്യുന്നത്. കുറച്ചു നാളായി ഞാൻ സെലക്റ്റീവ് കളർ യൂസ് ചെയ്യുന്നു. വളരെ നല്ല റിസൾട്ടാണ് എനിക്കിതിൽ നിന്നും കിട്ടിയത്. അധികം ആരും സെലക്റ്റീവ് കളർ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ക്യാമറ റോ ഫിൽറ്ററിലാണ് കളർ ഗ്രേഡിംഗ് ചെയ്യാറ്. ഫോട്ടോഷോപ്പ് CS6 വെർഷനിലൊന്നും ക്യാമറ റോ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ കാരണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫോട്ടോഷോപ്പിൽ ഇമേജ് ഓപ്പൺ ചെയ്യുക. Ctrl+J അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം കർവ് ടൂൾ ഉപയോഗിച്ച് ഫോട്ടോയുടെ ആംഗിൾ ഒന്ന് നേരെയാക്കാം. കർവ് ടൂൾ ഉപയോഗിച്ച് മിഡ് ടോൺ, ഷാഡോസ്, ഹൈലൈറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. കർവ് ടൂൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതുപോലെ 3 ഡോട്ട് ഇടുക. താഴത്തെ ഡോട്ട് ഷാഡോസ് കൺട്രോൾ ചെയ്യാനും, നടുവിലെ ഡോട്ട് മിഡ് ടോൺസ് കൺട്രോൾ ചെയ്യാനും, മുകളിലെ ഡോട്ട് ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനുമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സെലക്റ്റീവ് കളർ ഓപ്പൺ ചെയ്യുക. ഇതുപോലെ മുകളിൽ സെലക്റ്റീവ് കളർ ഓപ്ഷൻ ഇല്ലാത്തവർ താഴെ നിന്നും സെലക്റ്റീവ് കളർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എല്ലാ കളേഴ്സിൻ്റെയും ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് സെലക്റ്റീവ് കളർ. കളേഴ്സിൻ്റെ ലൈറ്റ്നസ്, സാച്ചുറേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സെലക്റ്റീവ് കളർ കൊണ്ട് സാധിക്കും. ആദ്യമായി റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. റെഡ് വാല്യൂസ് വരുന്ന എല്ലാ കളറും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മെയിൻലി നമ്മുടെ സ്കിൻ ടോൺസ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള സൺസെറ്റിൻ്റെ കളർ എല്ലാം റെഡിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റ് കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.